بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين، أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني. ബുർദവതി 5. لولا الهوى لم ترق دمعا على طلل ولا أدكت لذكر البان والعلم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞത് അല്ലേ, ഒരു അനുരാഗി ആ അനുരാഗിയുടെ അനുരാഗം, പ്രേമം, മഹബത്ത് അത് മറച്ചു വെക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? അനുരാഗം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് സംഭവം ഇവിടെ നിത്യവും കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് കണ്ണിൽ നിന്നുള്ള കണ്ണുനീരാണ്, മറ്റൊന്ന് ഹൃദയത്തിൻ്റെ പ്രയാസവും വിഷമവും തപിക്കുന്ന ഹൃദയത്തിൽ നിന്ന് അത് കാരണമായി പുറത്തു വരുന്ന കണ്ണുനീര്. ഇത് രണ്ടും ഉള്ള സ്ഥിതിക്ക് ഇനി പ്രേമം മറച്ചു വെക്കാൻ കഴിയോ? ഇല്ല, തീർന്നില്ല. ഇത് മാത്രമൊന്നുമല്ല, ഇനിയുമുണ്ട്. എന്താണത്? വരാം അതിലേക്ക്. ലൗലൽ ഹവാ ലം തുരിഖ് ദംഅൻ അലാ ത്വലലി വലാ അരിക്ത ലിദിക്രിൽ ബാനി വൽ അലമി. ലൗലൽ ഹവ, അനുരാഗമുണ്ടായിരുന്നില്ല എങ്കിൽ, ലം തുരിഖ്, നീ ഒലിപ്പിക്കുകയില്ലായിരുന്നു, ദംഅൻ, കണ്ണുനീരിനെ, അലാ ത്വലലിൻ, വീടിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ, വലാ അരിക്ത, നീ ഉറക്കമൊഴിക്കുകയുമില്ലായിരുന്നു, ലിദിക്കിരി, എന്തിനു വേണ്ടി? നീ ഓർത്തതിനു വേണ്ടി, അൽബാൻ, ബാൻ വൃക്ഷത്തെ, വൽ അലമി, അതുപോലെ തന്നെ പർവ്വതത്തെയും. അല്ലെങ്കിൽ അപ്പൊ എന്താ ഇമാം ബൂസൂരി തങ്ങൾ പറയുന്നത്? ഇമാം ബൂസൂരി തങ്ങൾ പറയുകയാണ്, സ്വന്തത്തോട് പറയാണ്, ലൗലൽ ഹവ, നിനക്ക് അങ്ങനെ പ്രത്യേക സ്നേഹവും പ്രേമവും ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ. അങ്ങനെ ഇല്ല എന്നാണോ പറയുന്നത്? അല്ല, ഉണ്ട്. ഇനി അങ്ങനെ ഇല്ലായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു അടങ്ങാത്തൊരു പ്രേമം, അടങ്ങാത്തൊരു സ്നേഹം നിനക്കില്ലായിരുന്നുവെങ്കിൽ പിന്നെന്തിനാ അല്ലെ? പിന്നെ എങ്ങനെയാ നീ കരയാതെ? ലം തുരിക്ക്, അങ്ങനെ ഒരു അനുരാഗം ഇല്ലായിരുന്നെങ്കിൽ നീ കരയില്ലായിരുന്നു. അപ്പൊ നീ കരയുന്നുണ്ട് നിത്യമായി. ആ കണ്ണിൽ നിന്ന് അതും ചോര കലർന്ന കണ്ണുനീരാ വരുന്നത്. അപ്പൊ ഇതെന്തോ ഒരു അനുരാഗം ആരോടോ ഉണ്ട്. ലം തുരിക്ക്, നീ ഒലിപ്പിക്കില്ലായിരുന്നു അതിന്റെ കണ്ണുനീരിനെ. അപ്പം ആ ചുവപ്പ് കലർന്ന ചോരയോട് സാമീപ്യമുള്ള ആ കണ്ണുനീര് ഇങ്ങനെ നിത്യവും വരുന്നത് എന്തുകൊണ്ടാ? ആരോടോ അടങ്ങാത്തൊരു അനുരാഗം നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ്. എവിടെ? അലാ ത്വലലിൻ, ഒരു അവശിഷ്ടങ്ങൾ കാണുമ്പോഴത്തേക്ക്, ഒരു ബാക്കി പത്രം കാണുമ്പോഴത്തേക്ക് എന്താക്കാണ്? കരയുകയാണ്. സ്വന്തം നഫ്സിനോട് പറയാണ്, അനുരാഗം ഉണ്ട്, ഇല്ലാന്നൊന്നും പറയണ്ട. അങ്ങനെ അനുരാഗമുണ്ട് എന്നതിന് തെളിവാണ് എന്ത്? ഓർമ്മകൾ വരുമ്പോഴത്തേക്ക്, ഓർമ്മകൾ കണ്ണിലേക്ക് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് കരയുകയാണ്. ഇവിടെ ആരെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണല്ലോ ഇമാം ബൂസൂരി തങ്ങൾ ഓർക്കുന്നത്. മദീന സിയാറത്ത് കഴിഞ്ഞ് വന്ന്, മദീനയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഇമാം ബൂസൂരി തങ്ങൾ ഇതൊക്കെ പാടുന്നത്. അപ്പോൾ അവിടുത്തെ ഓരോ കാഴ്ചകളും, ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കാണുന്ന സമയത്ത്, അവിടുത്തെ ഓരോ വിഷയങ്ങൾ അറിയുമ്പോഴും, അവിടുന്ന് ഉപയോഗിച്ച വസ്തുക്കൾ കാണുമ്പോൾ, അവിടുത്തെ പച്ചക്കുബ്ബ കാണുമ്പോൾ ഓരോരുത്തരുടെയും അല്ലെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരും. ഈ അടുത്ത് 2-3 കൊല്ലം മുമ്പേറ്റ അവിടുന്ന് ഹജ്ജിനാണോ ഉംറക്കാണോ പോയി തിരിച്ചു വരുന്ന ഒരു പാകിസ്ഥാനിയായ പണ്ഡിതൻ മദീനയിൽ നിന്ന് വിട പറയുന്ന സമയത്ത്
ഈ പൊന്നുപ്പ ഗൾഫിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കരയുന്നത് പോലെ, പൊന്നുപ്പാൻ്റെ കൂടെ തന്നെ പോകാൻ വേണ്ടി മക്കൾ വാവിട്ട് കരയുന്നത് പോലെ അല്ല, അതിനേക്കാളും ഏറെ പ്രായം അങ്ങെത്തിയ ഒരാൾ മദീനയിൽ നിന്ന് വിട പറയുമ്പോൾ കരയുന്ന ഒരു രംഗമുണ്ട്. അത് കാണുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. മദീനയോട് വിട പറയുമ്പോൾ അടങ്ങാത്ത ആ ഒരു മഹബത്ത് കാരണം അവർ പൊട്ടി 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 കരയുകയാണ്. അതുപോലെ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു മദീന കണ്ട ഓർമ്മയിൽ നിന്ന് അല്ലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ച കുബ്ബ അത് കാണുമ്പോഴത്തേക്ക് ആദ്യമായി ഒരു അനുരാഗി മഹബത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അടങ്ങാത്ത മഹബത്ത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് മദീനയിലേക്ക് ചെല്ലുന്ന ആദ്യത്തെ നിമിഷം ആ പച്ച കുബ്ബ കാണുന്ന സമയത്ത് അനുരാഗിയുടെ മനസ്സിൽ ഹൃദയത്തിൽ വരുന്ന ഒരു ആവേശമുണ്ട്, ഒരു കണ്ണുനീരുണ്ട്. അത് പറഞ്ഞറിയിക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആ പച്ച കുബ്ബ നേരിട്ട് കാണാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആ അനുരാഗി അത് അവര് പറയണം, അവരത് വർണ്ണിക്കണം. അപ്പോഴേ പോയവരതിങ്ങനെ വർണ്ണിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം നമുക്ക് അറിയുള്ളൂ. ഏതായാലും ഒരു അനുരാഗമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലാത്തവർ അതൊരു കുബ്ബ, ഒരു കളറ്, ഒരു പള്ളി, ഒരു കിണറ്, ഒരു മിമ്പർ, അത്രേ അവർക്കുള്ളൂ. ഒരു കവാടം, എല്ലാ കവാടം കാണുന്നത് പോലെ അവരാ കവാടവും കാണുന്നുള്ളൂ. അതൊരു കാഴ്ചയാണ്. പക്ഷെ അതല്ല, അനുരാഗിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് പ്രത്യേകമായ ഒരു ആവേശമാണ്. അപ്പൊ ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പച്ച കുബ്ബ ഓർക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്കും, അത് കേൾക്കുമ്പോഴത്തേക്ക്, അത് ഓർമ്മയിൽ വരുമ്പോഴത്തേക്ക് അനുരാഗി ഇമാം ബൂസരി തങ്ങൾ കരയുകയാണ്. അങ്ങനെയാണല്ലോ അല്ലെ, ഒരാളെ മഹബത്ത് വെക്കുമ്പോൾ, ഒരാളെ സ്നേഹിക്കുമ്പോൾ, അയാള് വിട പറയുമ്പോൾ, അല്ലെങ്കിൽ അയാൾ അടുത്തില്ലാതെ വരുമ്പോൾ അയാളിൽ നിന്ന് ലഭിച്ച എന്തെങ്കിലും, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും ഒരു ഓർമ്മ വരുമ്പോഴത്തേക്ക് ഈ പ്രേമിക്കുന്ന ആളുടെ മനസ്സിൽ ആ ഓർമ്മ അയാളെ കരയിപ്പിക്കും. ഓ, എൻ്റെ കാമുകൻ്റെയാണ് അല്ലെങ്കിൽ കാമുകിയുടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹൃദയത്തിൽ വരുന്ന ഒരു സങ്കടമുണ്ട്. ഇവിടെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് ആ അനുരാഗം. അപ്പോൾ തങ്ങളെ പച്ച കുബ്ബ കാണുമ്പോൾ, തങ്ങൾ ഉപയോഗിച്ച മിമ്പർ കാണുമ്പോൾ അല്ലെ, മനുഷ്യൻ പോകട്ടെ, ഹബീബ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മിമ്പറിൽ വെച്ച് പുതിയൊരു മിമ്പർ തങ്ങൾക്ക് ലഭിച്ചു. ആ മിമ്പറിൽ വെച്ച് ഖുതുബ ഓതുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു മിമ്പറുണ്ട്, തൊട്ടടുത്തുനിന്ന് ഒരു തേങ്ങല് കേൾക്കുന്നു. സ്വഹാബാക്കളാണോ, ആരാണ്? അല്ല, നോക്കുമ്പോഴാ ഇതുവരെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉപയോഗിച്ചിരുന്ന ആ പഴയ മിമ്പർ എന്നെ തങ്ങൾ ഒഴിവാക്കിയല്ലോ, തങ്ങൾക്ക് പുതിയ ആളെ കിട്ടിയപ്പോൾ എന്നെ ഒഴിവാക്കിയല്ലോ എന്ന് മനസ്സിലാക്കി, തങ്ങൾ എന്നെ ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി ആ മിമ്പർ കരയുന്നു. മനുഷ്യനല്ല, ഒരു മരം കരയുന്നു. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ഹയാത്താക്കിയിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനല്ല, ഒരു മരത്തെ തങ്ങളുടെ ഇടപെടൽ കൊണ്ട് ആ മരം കരയുന്നുണ്ടെങ്കിൽ അതിനും ജീവൻ ഉണ്ടായിട്ടാണ് അത് കരയുന്നത്, അതിൻ്റെതായ ജീവൻ. മാഷാ അല്ലാഹ് അല്ലേ. അപ്പം ഈസാ നബിയെക്കാളും മോചിതത്ത് കൊണ്ട് പവർ ആർക്കാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ആ മിമ്പർ കരയുന്നു, എന്നെ എൻ്റെ ഹബീബ് ഒഴിവാക്കിയല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട്. അതാണ്. അപ്പൊ അങ്ങനെ ഓരോ രംഗങ്ങൾ കാണുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഅലെ മുബാറക്ക്, ഇന്ന് എത്ര ആളുകളാണ് നഅലെ തങ്ങൾ ധരിച്ച ആ ചെരുപ്പ് തലയിൽ വെച്ച് കിരീടമായി കൊണ്ടു നടക്കുന്നവർ എത്ര ആളുകളാണ്. ആ നഅലെ മുബാറക്ക് വരക്കുന്ന എത്ര ആളുകളാണ്. അതിന് പ്രത്യേകമായ ക്ലാസ്സും അതിൻ്റെ പഠിതാക്കളായി എത്ര ആളുകളാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ച ചെരുപ്പ് അത് വരക്കുന്നു, അതേ മോഡലിൽ വരക്കാൻ പഠിക്കുന്നു, എന്നിട്ട് അത് വരച്ചിട്ട് അഭിമാനം കൊള്ളുന്നു. ഇങ്ങനെ ഏത് ലോകത്ത് ഏത് നേതാവ് വേറെയുള്ളത്? ആരുമില്ല. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെരുപ്പ് കാണുമ്പോഴത്തേക്ക് മുത്തുനബി മനസ്സിലേക്ക് വരികയാണ്. തങ്ങളെ മിമ്പർ കാണുമ്പോൾ, റൗള കാണുമ്പോൾ, തങ്ങൾ ഉപയോഗിച്ച കിണർ കാണുമ്പോൾ, തങ്ങൾ ഇരുന്ന സ്ഥലം, തങ്ങൾ തണല് കൊണ്ട മരം, ഇങ്ങനെ ഓരോന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, ഓരോ വസ്തുക്കളും, അതാണ് തൊലൽ എന്ന് പറഞ്ഞത്, വിശദീകരിച്ചതാണ്. ആ തൊലല് ഓരോ ബാക്കി പത്രങ്ങൾ കാണുമ്പോഴത്തേക്ക് എന്താക്കാണ്? അനുരാഗി ഇങ്ങോട്ട് കരയുകയാണ്. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച പാത്രം, അവിടുത്തെ വസ്ത്രം, അവിടുത്തെ വീട്, അങ്ങനെ ഓരോന്നും കാണുമ്പോഴത്തേക്ക് ഇതൊക്കെ എൻ്റെ ഹബീബിൻ്റെതാണല്ലോ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് വന്നിട്ട് ഇമാം ബൂസൂരി തങ്ങൾ ലൗലൽ ഹവാ ലം തുരിക് ദംഅൻ അലാ ത്വലലി,
അല്ലേ? ഓരോ കാഴ്ചകൾ കാണുമ്പോഴത്തേക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുക്കുകയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാ? അനുരാഗം ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതുണ്ടാകുമോ? ഉണ്ടാകൂല. എന്നിട്ട് ഇനി പറയുന്നതാ, വല അരിക്കുത്ത, നീ ഉറക്കമൊഴിക്കുകയുമില്ലായിരുന്നു, ലിദിക്കിരിൽ ബാൻ, ബാൻ വൃക്ഷത്തെ ഓർത്തതിനു വേണ്ടി. എന്താണ് ഒരു വൃക്ഷത്തിന് ഇവിടെ പ്രത്യേകത? ബാൻ എന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താണ്? അത് നല്ല സുഗന്ധ തൈലമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരമാണ്. മരുഭൂമിയിലെ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങിയ ഔഷധ ഗുണമുള്ള നല്ല നയന മനോഹരമായ മിനുസമേറിയ ഒരിനം വൃക്ഷത്തിന്റെ പേരാണ് ബാൻ എന്നത്. ഇതിന്റെ എണ്ണ പിന്നെ നല്ല സുഗന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ പല വിലപിടിപ്പുള്ള സുഗന്ധവും ഉപയോഗിക്കാൻ ഇതിന്റെ തൈലം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്രയും നല്ല ഭംഗിയുള്ള, നല്ല വാസനയുള്ള, നല്ല രസമുള്ള, മിനുസമുള്ള ഒരു മരമാണ്, അല്ലെങ്കിൽ പിന്നെ ഒരു ചെടിയാണ് ഈ ബാൻ എന്ന് പറയുന്നത്. അപ്പൊ അത് ഓർക്കുമ്പോഴത്തേക്ക് പിന്നെ നല്ല മരുന്നുകൾക്കും പിന്നെന്താണ് പല മരുന്നുകൾക്കും ഇതിന്റെ തൈലം എന്താക്കാറുണ്ട്? ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇവിടെ ബാൻ വൃക്ഷത്തെ ഓർക്കുമ്പോഴത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മ വരികയാണ്. അതെങ്ങനെ ഓർമ്മ വരുന്നത്? കാരണം സുഗന്ധം, നല്ല വാസനയുള്ള മരമാണ്. അതിന്റെ പിന്നെ തൈലത്തിന് നല്ല വാസനയാണ്. അപ്പൊ എന്താ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത്തർ നല്ല ഇഷ്ടമായിരുന്നു. സുഗന്ധം അവിടുന്ന് വല്ലാതെ പ്രിയ, അവിടുന്ന് തന്നെ ഒരു സുഗന്ധമാണ്. അതോടൊപ്പം തന്നെ സുഗന്ധത്തോട് വല്ലാത്ത ഇഷ്ടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആര് എന്ത് തന്നാലും മടക്കിയാലും സുഗന്ധം ഒരാൾ തന്നാൽ അത് വേണ്ട എന്ന് പറയാൻ പാടില്ല എന്നാണ്. സുഗന്ധം ഒരാൾ തന്നു എന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ല. ഒരാൾ തലയണി തന്നു എന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ല. പാല് തന്നു എന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ല എന്നാണ്. അപ്പൊ അതിൽപ്പെട്ടാണ് ഈ സുഗന്ധം. ഈ ചില മഹാന്മാരായ ആളുകൾ, അവർക്ക് വേറെ ആൾക്കാർ എന്തെങ്കിലും ഹദിയ കൊടുത്ത് അവർ സ്വീകരിക്കൂല. അപ്പൊ അവരെ വീഴ്ത്താൻ ആളുകൾ, വളവന്മാരായ ആളുകൾ ഉപയോഗിക്കുന്ന കാര്യമാണ് അത്തർ കൊണ്ടുപോയി കൊടുക്കുക. എന്നാൽ പിന്നെ എന്താവില്ല, അവരത് തട്ടൂല. അപ്പം ആ അത്തർ കാണുമ്പോഴത്തേക്ക് അല്ലെ, നമ്മുടെ കയ്യിൽ നമ്മൾ അത്തർ തേക്കാറുണ്ട്, സുഗന്ധം ഉപയോഗിക്കാറുണ്ട്. ആ സുഗന്ധം ഇങ്ങനെ വാസനിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ചിന്തയുണ്ട്, എൻ്റെ ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണല്ലോ സുഗന്ധം. ആ സുഗന്ധമാണല്ലോ ഞാൻ തേക്കുന്നത്. ആ സുഗന്ധം ഇങ്ങനെ വാസനിക്കുമ്പോഴത്തേക്ക് ഹബീബിൻ്റെ ആ സുഗന്ധം, ഉഹുദ് മലയുടെ സമീപത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലം ഇന്നും സുഗന്ധം അവിടുന്ന് അടിക്കുന്നുണ്ടെന്ന് പോയവർ പറയാറുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിനാവിൽ വന്നാൽ ആ വീട് മുഴുവനും സുഗന്ധം കൊണ്ട് നിറയാറുണ്ട്, അനുഭവസ്ഥർ പറയാറുണ്ട്. അപ്പം ആ സുഗന്ധം ഇങ്ങോട്ട് നമ്മൾ വാസനിക്കുമ്പോഴത്തേക്ക് മുത്തുനബി, എൻ്റെ മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണല്ലോ. അപ്പം നമ്മൾ സുഗന്ധം കയ്യിലെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട എന്താണ്? എൻ്റെ മുത്തുനബിക്ക് ഇഷ്ടമുള്ള ആ സുഗന്ധം എന്ന ആ ഒരു വികാരമാണ്, ആ ഒരു വിചാരമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതാണ് മഹബത്ത്. അപ്പം അലം ചെടി കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ മരം കാണുമ്പോഴത്തേക്ക് ആ സുഗന്ധ ദ്രവ്യം മൂക്കിലേക്ക് അടിച്ചു വീശുമ്പോഴത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർമ്മ വരുന്നു. മാഷാ അല്ലാഹ്, എന്തൊരു അനുരാഗമാണ് അല്ലെ? ഇതാണ് അനുരാഗം. ഇനി വൽ അലം, പർവ്വതത്തെ പർവ്വതത്തെ ഓർക്കുമ്പോഴത്തേക്ക് ഇമാം ബുസൈരി തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. അലം ചെടി ഓർക്കുമ്പോഴത്തേക്ക് ഇമാം ബുസൈരി തങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. എന്തേ പർവ്വതത്തിന് ഇവിടെ പ്രത്യേകത? ഇത് മൊത്തത്തിൽ പർവ്വതങ്ങൾക്ക് പറയുന്ന പേരാണ് അലമെന്നും, അല്ല പിന്നെ ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന പർവ്വതമാണെന്നും, ജബൽ അബി ഖുബൈസ് പർവ്വതമാണെന്നും അങ്ങനെ പല അഭിപ്രായമുണ്ട്. ഏതായാലും പർവ്വതവും മുത്തുനബിയും ഒരുപാട് ബന്ധമുണ്ടല്ലോ. പർവ്വതത്തിൽ ഉഹുദ് മല, ആ മല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷം പറഞ്ഞ മലയാണ്. ഉഹുദ് എന്നെ സ്നേഹിക്കുന്നു, ഞാൻ ഉഹുദിനെയും സ്നേഹിക്കുന്നു. ഉഹുദിനെ കാണുമ്പോൾ, ഉഹുദ് മലയെ കാണുമ്പോൾ പലരും റളിയല്ലാഹു അൻഹു ചൊല്ലാറുണ്ട് എന്നാണ്. അത് അതിനോടുള്ള ബഹുമാനം കൊണ്ട് മുത്തുനബി അങ്ങോട്ട് സ്നേഹിച്ച പർവ്വതമാണല്ലോ എന്ന നിലക്ക് ആശിക്കീങ്ങൾ, അതൊക്കെ ഒരു ഇഷ്കിന്റെ ലോകമാണ്. അതൊന്നിപ്പം വേറെ തെളിവ് വെച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഇഷ്കാണ്. ആ ഇഷ്കിന്റെ ഭാഗമായി അവരതിനെ
ആ ഉഹുദിനെ കാണുമ്പോഴത്തേക്ക് സന്തോഷത്തോടുകൂടെ അവരെന്താക്കാറുണ്ട്? അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മലയായതുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ ചെറിയൊരു പരീക്ഷ നേരിടേണ്ടി വന്നു അല്ലെ? മല കാണുമ്പോൾ എന്തേ ഇമാം ബുസ്രി തങ്ങൾ കരയാനുള്ള കാരണം? ആദ്യം മുസ്ലിമീങ്ങൾക്ക് ചെറിയൊരു പരീക്ഷണം വന്നു. ആ പരീക്ഷത്തിന്റെ ഭാഗമായി ഹബീബ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആ ഉഹദിൽ വെച്ചുകൊണ്ട് പരിക്കേൽക്കേണ്ടി വന്നു. അവിടുത്തെ മുമ്പല് ഷഹീദായി. ഇത് കേട്ടിട്ടല്ലേ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അവിടുത്തെ എല്ലാ പല്ലും അതാ കല്ലെടുത്ത് അവിടുന്ന് കുത്തിപ്പൊട്ടിക്കുന്നു. മുത്തുനബിക്കില്ലാത്തൊരു പല്ല് എനിക്ക് വേണ്ട, അതാണ് മഹബത്ത്. അതിന് തെളിവ് അന്വേഷിച്ച് പോകാൻ പറ്റുന്നില്ല. മുത്തുനബിയുടെ പല്ല് പോയി, നമ്മളെ പല്ലും കളയണം, അത് മഹബത്താണ്. എൻ്റെ തങ്ങൾക്കില്ലാത്ത പല്ല് എനിക്ക് വേണ്ട. ഏത് പല്ലാണ് പോയെന്ന് അറിയാത്തത് കൊണ്ട് എല്ലാ പല്ലും കുത്തിപ്പൊട്ടിക്കുന്നു. മഹബത്താണത്. അപ്പം ഉഹദ് മല കാണുമ്പോഴത്തേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പല്ല് പോയത് ഓർമ്മ വരികയാണ്. അവിടുന്ന് പരിക്ക് പറ്റിയത് ഓർമ്മ വരികയാണ്. മുസ്ലിമീങ്ങൾ അവിടുന്ന് പിന്നെ ഷഹീദായത് ഓർമ്മ വരികയാണ്. അങ്ങനെ ഓരോ പർവ്വതങ്ങൾ കാണുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴത്തേക്കും അത് മനസ്സിൽ വരുമ്പോഴത്തേക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മ വരികയാണ്. തങ്ങൾ ഓർമ്മ വരികയാണ്. അങ്ങനെ ഇറാ ഗുഹയിലിരിക്കുന്ന സമയത്ത് ആ വഹി ലഭിക്കുന്നതും അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതും ആരാരുമില്ലാത്ത ആ പർവ്വതത്തിൽ, എത്രയോ ഉയരമുള്ള ആ പർവ്വതത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന രംഗങ്ങൾ, ഇതൊക്കെ അങ്ങനെ മനസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാ മുത്തുനബി ഓർക്കാതിരിക്കാൻ പറ്റും? അപ്പൊ മുത്തുനബി ഉപയോഗിച്ച പർവ്വതങ്ങൾ, മുത്തുനബിയുമായി ബന്ധമുള്ള പർവ്വതങ്ങൾ, മുത്തുനബിയുമായി ബന്ധമുള്ള വൃക്ഷം, അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട ആസാറുകൾ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് കരയണമെങ്കിൽ ലൗലൽ ഹവാ, അനുരാഗമില്ലായിരുന്നുവെങ്കിൽ ഇതിന് ഒരു കരച്ചിലും വരൂല. അപ്പൊ എന്താണ്? ഉണ്ട്. അപ്പം ലൗലൽ ഹവാലം തുരിഖ് ദംഅൻ അലാ ത്വലലി വലാ അരിക്ത ലിദിക്രിൽ ബാനി വൽ അലമീ. അപ്പം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാക്കി പത്രങ്ങൾ കാണുമ്പോഴത്തേക്ക് ഇമാം ബൂസരി തങ്ങൾ കരയുന്നു. അത് അനുരാഗമുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ അവിടുത്തെ ഓർമ്മ വരുന്ന പല സംഭവങ്ങൾ കാണുമ്പോഴത്തേക്കും, അലം ചെടിയെ കാണുമ്പോഴത്തേക്ക്, പർവ്വതങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇമാം ബൂസൂരി തങ്ങൾ കരയുന്നു. അല്ലാഹു തആല അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലും അങ്ങേ അറ്റത്തെ ഇഷ്കും മഹബത്തും അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടുത്തെ ആസാറുകൾ, പച്ചക്കുബ്ബ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരണം. അവിടുത്തെ റൗള ഷരീഫിന്റെ കവാടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരച്ച് വെക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് നോക്കിയിട്ട് നമ്മളിതിങ്ങനെ പറയണം, നമ്മളിതിങ്ങനെ കേൾക്കണം, നമ്മളിതിങ്ങനെ എഴുതണം. അപ്പോഴാണ് ആ അനുരാഗത്തിന്റെ ചെറിയൊരു അംശം നമ്മുടെ ഹൃദയത്തിലേക്കും വരികയുള്ളൂ, നമുക്കതിങ്ങനെ നോക്കി കാണാൻ കഴിയുകയുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ വല്ലാത്തൊരു മഹബത്ത്, ഇഷ്ക് അള്ളാഹു തആല വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. الحمد لله